നമസ്കാരം, ജയം ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന ഒരു വാർത്താചിത്രം വലിയ ചർച്ചാ വിഷയമായി. നമുക്കറിയാം, മുഖ്യമന്ത്രി ആരെന്നുള്ള ചർച്ചയും വാദമൊക്കെ നടക്കുന്നതിനിടയിൽ ഹൈക്കമാൻഡ് കേരളത്തിൽ വന്ന് MLA-മാരുടെ മനസ്സറിഞ്ഞ് പോകുന്ന സമയത്ത് ഒരു ഹൈക്കമാൻഡ് പ്രതിനിധിയുടെ കയ്യിലിരുന്ന ഫയലിൽ നിന്ന് ഒരു ഫോട്ടോഗ്രാഫർ പകർത്തിയ ഒരു ചിത്രം നിർഭാഗ്യത്തിന്, അദ്ദേഹത്തിൻ്റെ നിർഭാഗ്യത്തിന് അല്ലെങ്കിൽ ആ ഫോട്ടോഗ്രാഫറുടെ ഭാഗ്യത്തിന് ഏതാനും പേരുകളും അതിനോടൊപ്പം അവർ പിന്തുണയ്ക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ പേരും അതിലെഴുതിയിരുന്നു. അത് ശ്രീ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന ചില MLA-മാരുടെ പേരുകളാണ്. അതിൽ സാക്ഷാൽ സണ്ണി ജോസഫുണ്ട്, സഞ്ജീവ് ജോസഫുണ്ട്, IC ബാലകൃഷ്ണനുണ്ട്, അങ്ങനെ പലരുമുണ്ട്. ഇവരൊക്കെ പത്രത്തിൽ ഈ പടം വന്നതിന് ശേഷം വലിയ വിവാദമായതിനു ശേഷം ഇവരൊക്കെ അത് നിഷേധിച്ചു. തങ്ങൾ അങ്ങനെ ആ ആളെ അല്ല പിന്തുണച്ചതെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തെ മാത്രമല്ല പിന്തുണച്ചതെന്നോ ഒക്കെ പറഞ്ഞ് അവർ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. അതിന് സത്യവും അസത്യവും ഒന്നും അല്ല ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു ഭാഗ്യവും ഒരു നിമിഷവുമാണിത്. VP ദീപു എന്ന് പറയുന്ന ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഫോട്ടോഗ്രാഫർ, അദ്ദേഹത്തിന് ആ നിമിഷത്തിൽ അതൊരു വലിയൊരു ഭാഗ്യമാണ്. ഈ ഒരു സമയത്ത് അത് ക്ലിക്ക് ചെയ്യാനും അത് ക്യാമറയിൽ പതിയുകയൊക്കെ ചെയ്ത് കിട്ടുന്ന ഒരവസരം. അപ്പോൾ അത് ഒരു വലിയ വാർത്തയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. 2016 പലരും ഓർക്കുന്നുണ്ടാവും, ശ്രീ പിണറായി വിജയൻ ആദ്യമായി മുഖ്യമന്ത്രിയായ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നിട്ടും മുഖ്യമന്ത്രി സ്ഥാനം നിഷേധിക്കപ്പെട്ട് സത്യപ്രതിജ്ഞാ ചടങ്ങിന് പന്തലിൻ്റെ മുൻനിരയിൽ വന്നിരുന്ന VS അച്യുതാനന്ദൻ, അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കുറിപ്പുണ്ടായിരുന്നു. ആ കുറിപ്പ് മുന്നിൽ നിന്നുകൊണ്ട് മനോരമയുടെ ഫോട്ടോഗ്രാഫറായ മനോജ് ചേമഞ്ചേരി പകർത്തി. തീർച്ചയായും അതിൻ്റെ ഡയറക്റ്റായിട്ടുള്ള ദൃശ്യമല്ല കിട്ടിയത്, പിന്നിൽ നിന്നുള്ള ദൃശ്യമാണ്. പക്ഷേ ഈ പേനയിൽ എഴുതിയതിൻ്റെ നിഴൽ അതിൽ പതിഞ്ഞിരുന്നു. അത് അദ്ദേഹം കൊണ്ടുപോയി അതിൻ്റെ മിറർ ഇമേജ് പോസിറ്റീവാക്കി മാറ്റിയപ്പോൾ ഒരു വലിയൊരു രസകരമായൊരു വാർത്തയാണ് കിട്ടിയത്. അതായത് സാക്ഷാൽ VS അച്യുതാനന്ദൻ അദ്ദേഹത്തിന് ഈ ക്യാബിനറ്റ് റാങ്കോടെ ഇന്ന പദവി വേണമെന്ന് എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പാണ് കിട്ടിയത്. അത് വലിയ വാർത്തയായി, വലിയ വിവാദമായി, വലിയ ചർച്ചയായി. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അശോക് ഗെഹ്ലോട്ട് അദ്ദേഹം ഡൽഹിയിൽ വെച്ച് അന്ന് ഹൈക്കമാൻഡിൻ്റെ മുന്നിൽ തന്നെ പിന്തുണയ്ക്കുന്ന MLA-മാരുടെ ലിസ്റ്റുമായി പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ലിസ്റ്റും ഈ രീതിയിൽ ഒരു ഫോട്ടോഗ്രാഫർ വഴിയിൽ നിന്ന് പകർത്തി. അതിലും കുറേ പേരുകളുണ്ടായിരുന്നു. അന്നൊരു നാഷണൽ വാർത്താചിത്രമായിരുന്നു. സുരേഷ് എന്ന് പറയുന്ന മനോരമയുടെ ഡൽഹി ഫോട്ടോഗ്രാഫറാണ് ആ ചിത്രം എടുത്തത്. മറ്റൊരു ചിത്രം വിവാദമായത് അല്ലെങ്കിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത് സരിത തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് നടത്തിയൊരു പത്രസമ്മേളനം. അദ്ദേഹം അന്ന് ദേശാഭിമാനിയിൽ പത്രത്തിൽ വന്ന തൻ്റെ കത്തിലുണ്ട് എന്ന് പറയുന്ന പേരുകൾ ആ ദേശാഭിമാനി പത്രത്തിൽ വന്ന വാർത്ത ശരിയല്ലെന്ന് തെളിയിക്കാൻ വേണ്ടി അവർ വേറൊരു ലിസ്റ്റുമായിട്ട് വന്നു. എന്നിട്ട് അവർ പറഞ്ഞു, ആ പത്രത്തിൽ വന്ന പേരുകളല്ല, എൻ്റെ കത്തിലുള്ള പേരുകൾ വേറെയാണ് എന്ന് പറഞ്ഞിട്ട് അവർ ഈ കത്ത് ഉയർത്തി കാണിച്ചു. അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ ആ ദൂരെ നിന്നുകൊണ്ട് അതിൻ്റെ പടം എടുത്തു. പിന്നീട് ആ ഫോട്ടോഗ്രാഫർ അത് സൂം ചെയ്ത് ആ ഉയർത്തിയ കത്തിൽ അതിൻ്റെ ഒരു പേജിലുണ്ടായിരുന്ന പേരുകളൊക്കെ പത്രത്തിൽ അച്ചടിച്ചു വന്നു. അപ്പോൾ അത് വലിയ വിവാദമായി. അതുവരെ സരിതയുടെ കത്തിലുണ്ടെന്ന് ആരും അറിയാത്ത പേരുകൾ കൂടി വന്നു. അപ്പോൾ ഇത് ആ ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ച് അത് ആ ക്യാമറ ഉയർത്തി അത് എടുക്കാനും ആ സമയത്ത് അത് പകർത്താനും അത് സൂം ചെയ്യാനും ഒക്കെ ആ ഫോട്ടോഗ്രാഫർ കാണിച്ച മിടുക്കാണ് അന്ന് അത്തരത്തിലുള്ളൊരു വലിയൊരു വാർത്താചിത്രമായി മാറിയത്. അപ്പോൾ ഏതായാലും ഇതിനകത്ത് ഞാനിത് പത്രപ്രവർത്തകൻ്റെ ആംഗിളിൽ അല്ല ഒരു പ്രസ് ഫോട്ടോഗ്രാഫറുടെ ആംഗിളിൽ ഇത്തരം നിമിഷങ്ങളുടെ പ്രാധാന്യവും ഇത്തരം വാർത്തകളുണ്ടാക്കുന്ന വലിയ ചലനങ്ങളും വിവാദങ്ങളും അത് രാഷ്ട്രീയ തലത്തിലുണ്ടാക്കാവുന്ന കാറ്റുകളും കൊടുങ്കാറ്റുകളും ഒക്കെ എത്ര വലുതാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. എന്തായാലും ആ ഫോട്ടോ എടുത്ത ദീപു എന്ന് പറയുന്ന ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഫോട്ടോഗ്രാഫറെ ഞാൻ അഭിനന്ദിക്കുന്നു.